ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അല്ലാതെ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വീഡിയോയുമായിട്ട് വരുന്നത്. അപ്പോൾ പാത്തൂന് ഇവിടെ വയ്യായിരുന്നു. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പാത്തൂന് ആദ്യം വൈറൽ ഫീവർ വന്നു, ലൂസ് മോഷനൊക്കെ ആയിട്ട് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ 2-3 വട്ടം പോയി. അവൾക്ക് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വന്നിട്ടും പനിയായിരുന്നു എനിക്ക് കൂടുതൽ. അപ്പോൾ പനി വന്ന് ടെമ്പറേച്ചർ കുറയാതെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡ്രിപ്പ് ഇട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അങ്ങനെ 3-4 ദിവസം കിടപ്പ് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞു വിഷുവാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിഷുക്കണി ഞാൻ രാത്രിയിൽ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിഷുക്കണിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എത്ര ലേറ്റ് ആയാലും കുളിച്ച് കഴിഞ്ഞിട്ട് വിഷുക്കണിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കിടക്കാറ്. ഇന്നിപ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അമ്മയും ഞാനും കൂടെയാണ് വിഷുക്കണിയൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ പോയി കിടന്നു കഴിഞ്ഞാൽ വെളുപ്പിന് ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് എണീറ്റ് വന്നിട്ട് നമ്മൾ വിളക്ക് കത്തിക്കും. അങ്ങനെയാണ് കേട്ടോ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു വിഷുക്കണി എന്ന് പറയുന്നത്. അപ്പം പാത്തുവാണെങ്കിൽ കുറേ സമയം വെയിറ്റ് ചെയ്തു ഇത് വെക്കുന്നത് കണ്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. അവൾ പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് പിന്നെ കണിയൊക്കെ സെറ്റ് ചെയ്ത്. പിന്നെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് രാവിലെ എണീറ്റ് വന്ന് നമുക്ക് വിളക്ക് കത്തിച്ചാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കണിയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ പതുക്കെ അടുക്കളയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു സമാധാനത്തിൻ്റെ ഒക്കെ ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ പതുക്കെ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രിയിൽ കിച്ചണിലെ എല്ലാ അത്യാവശ്യം പണികളെല്ലാം തീർത്ത് ക്ലീൻ ചെയ്തിട്ട് ഇന്ന് ഉണ്ടാക്കേണ്ട കറികളൊക്കെ പ്ലാൻ ചെയ്ത് അതിനുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാനും അമ്മയും കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ അധികം ടെൻഷനില്ല. അത്യാവശ്യം എല്ലാ പണികളും തന്നെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചതുകൊണ്ട് കുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എണീറ്റ് വന്ന് ഒരു ചായയൊക്കെ വെച്ച് കുടിക്കുകയാണ് കേട്ടോ. അപ്പം ഈ പനിയൊക്കെ തുടങ്ങിയതിന് ശേഷം ഡയറ്റൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് എന്താ പറയുക, നമ്മുടെ ബോഡി വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ഡയറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ പതുക്കെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ സദ്യ ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കും, ഏതൊക്കെ ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടതെന്ന്. അതിൽ നിന്ന് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ട ഐറ്റംസ് ഏതാണെന്ന് സോർട്ട് ചെയ്യും. അപ്പം നമ്മൾ ആദ്യം പച്ചടി കിച്ചടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എളുപ്പമാണ് ഉണ്ടാക്കാനും. അതൊക്കെ ഒന്നിച്ചങ്ങ് ഉണ്ടാക്കി മാറ്റുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ആ ജോലികൾ തീരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ബീറ്റ്റൂട്ട് കിച്ചടി ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ബീറ്റ്റൂട്ട് കിച്ചടിയെന്നും പച്ചടിയെന്നും ഒക്കെ പറയും, ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ്. പിന്നെ രാവിലെ നമുക്ക് സാമ്പാർ വേണം ദോശയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് സാമ്പാറും ആദ്യം തന്നെ വെക്കാമെന്ന് ഓർത്തു. ഇപ്പോൾ ഈ പരിപ്പ് സോക്ക് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ഒരു കുഞ്ഞു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ചാണ് വെക്കുന്നത്. അത് അമ്മയാണ് കേട്ടോ, വന്നതിന് ശേഷം അമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ അമ്മ പറയുന്നത് ഇങ്ങനെ വെക്കുവാണെങ്കിൽ പരിപ്പ് നല്ലോണം എല്ലാം ഒരുപോലെ വെന്ത് കിട്ടും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറിലിട്ട് വെക്കുമ്പം ചിലപ്പോൾ ചില പരിപ്പൊക്കെ വേവാതെ വരും. ഇതാകുമ്പം നന്നായിട്ട് വെന്ത് കിട്ടുമെന്ന് അമ്മ പറഞ്ഞ് ഇങ്ങനെ വെച്ചതിന് ശേഷം എനിക്കും തോന്നി അത് കുറച്ചും കൂടി ഈസിയാണ്. അതുമാത്രമല്ല പരിപ്പ് സെപ്പറേറ്റ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് കുക്ക് ചെയ്യുന്നുണ്ട്, അതിനകത്തുനിന്ന് നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാം. അങ്ങനെ സാമ്പാറിനുള്ളതൊക്കെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ചോറുമാണെങ്കിലും അവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അമ്മ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കണിയൊക്കെ കണ്ടൊന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ദിനു രാവിലെ എഴുന്നേറ്റ് വന്ന് കണി കണ്ടിട്ട് പിന്നെയും പോയി പാത്തുൻ്റെ കൂടെ കിടന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ അടുക്കളയിൽ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് അമ്മയാണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാത്രങ്ങളൊക്കെയാണ് അപ്പോൾ കഴുകുന്നുണ്ട്. പിന്നെ നമ്മൾ ചോറ് 2 തവണയായിട്ട് വെക്കുന്നത്, നമ്മുടെ റൈസ് കുക്കറിൽ വെക്കുന്നത് കൊണ്ട് 2 തവണയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ തലേന്ന് തിളപ്പിച്ച് വെച്ച് രാവിലെ തന്നെ തിളപ്പിച്ചൊന്ന് വാർത്തിട്ടു. ഇനിയിപ്പം ഒന്നുകൂടെ ഒന്ന് നമ്മൾ 1 തവണയും കൂടെ ചോറ് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഏത്തയ്ക്ക പച്ചടി വെക്കുന്നുണ്ട്, ബീട്രൂട്ട് വെക്കുന്നുണ്ട്, അതുപോലെ വെണ്ടയ്ക്ക കിച്ചടിയും വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് രാവിലെ തന്നെ ഞാനൊന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാത്തു ഒന്ന് ജസ്റ്റ് ഉണർന്നപ്പോഴത്തേക്കും ദിനു അവളെ എണീപ്പിച്ച് കൊണ്ടുവന്ന് കണി കാണിക്കാനായിട്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അവളും അങ്ങനെ ഇതാ കണി കണ്ടേക്കുവാണ് രാവിലെ എഴുന്നേറ്റ് വന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നത് ഇതെപ്പോഴാണ് വെച്ചത്, അവൾ ഉറങ്ങി കഴിഞ്ഞിട്ട് വെച്ചോ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും പാത്തു ദിനും കൂടെ പോയി കിടന്ന് കുറച്ച് നേരം കൂടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ബീട്രൂട്ട് പച്ചടി അല്ലെങ്കിൽ കിച്ചടി, ഓരോ സ്ഥലത്തും ഓരോരുത്തർ ഓരോ രീതിക്കാണ് പറയുക. ഇവിടെ അമ്മ പറയും മധുരമുള്ളത് പച്ചടിയും മധുരമില്ലാത്തത് കിച്ചടിയുമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് ബീട്രൂട്ട് കിച്ചടിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓരോന്നും കുക്ക് ചെയ്ത് മാറ്റുമ്പോൾ അടുത്തടുത്ത് വെക്കുകയാണ്. തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാബേജ് തോരൻ. പിന്നെ മാങ്ങ, നമ്മൾ വിഷുവിൻ്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് മാമ്പഴക്കറിയാണ് കേട്ടോ. അപ്പോൾ മാമ്പഴം
വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. അതുപോലെ ഓലൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ നമ്മൾ ദിനു അതിനിടയ്ക്കൊന്ന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നാണ് മാങ്ങ. പിന്നെ അച്ഛനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. അപ്പം നേരത്തെ എഴുന്നേറ്റുകൊണ്ട് കഴിച്ചോളാൻ പറഞ്ഞിട്ട് അച്ഛൻ നേരത്തെ കഴിക്കാനായിട്ടിരുന്നു. ദോശയും സാമ്പാറും. അപ്പോൾ ദിനുവും ബാത്തും ഒക്കെ കുളിച്ച് റെഡിയായി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർ കഴിച്ചോളാൻ പറഞ്ഞു. എല്ലാവരും കൂടെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആകും. കാരണം പ്രത്യേകിച്ച് അവധി ദിവസം ആകുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിട്ട് എന്തായാലും ഒന്നുകൂടെയൊക്കെ ഉറങ്ങി ദിനുവും ബാത്തും എഴുന്നേൽക്കത്തുള്ളൂ. അങ്ങനെ അച്ഛനും അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ ചായയൊക്കെ കുടിച്ചുകൊണ്ട് പിന്നെ എനിക്ക് വിശപ്പ് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. മാത്രമല്ല ഇന്നിപ്പോൾ സദ്യയൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ഹെവി ആയിരിക്കും, പായസം എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിയാറായി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പായസത്തിൻ്റെ പരിപാടികളാണ്. ഇത് പാൽപ്പായസം, നമ്മൾ വിഷുവിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് പാൽപ്പായസമാണല്ലോ. അപ്പോൾ പാൽപ്പായസത്തിന് ഉണക്കലരി വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കുക്കറിൽ. പിന്നെ അവിയൽ ലാസ്റ്റായിരുന്നു അവിയൽ ഉണ്ടാക്കിയത്. അപ്പോൾ അവിയലും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ് പായസം കൂടെ വെക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം എൻ്റെ കുക്കിംഗ് പരിപാടികളൊക്കെ ഒരു 9:30 ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സദ്യയിലെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മളൊരു 9:30 ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും കറികളെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പാത്തു എഴുന്നേറ്റ് വന്ന് എല്ലാവരോടും ചോദിച്ച് മേടിക്കുകയാണ് കേട്ടോ വിഷു കഴിഞ്ഞിട്ട്. എണീറ്റ് വന്ന വഴിയെ അവൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. പിന്നെ അമ്മ പറഞ്ഞു ഇവിടെ വന്ന് ഇരിക്കുക, അപ്പം തരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്നിരുന്ന് ഓരോരുത്തരോടും ചോദിച്ച് മേടിക്കുകയാണ് വിഷു കഴിഞ്ഞിട്ട്. എന്നിട്ട് അവൾക്ക് കുടിക്കകത്തോട്ട് ഇടാനാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും. കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് മാറ്റുവാണെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും തൊട്ടിപ്പുറത്തുനിന്ന് അങ്കിളും ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്തുവിന് എന്ത് സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്ന് പാത്തുവിൻ്റെ കയ്യിൽ കൊടുത്താണ് കേട്ടോ. അപ്പം ഞാൻ സാരി ഉടുത്ത ആൻറ്റി ആദ്യമായിട്ട് കാണുന്നത്. ഞാനങ്ങനെ സാരി ഉടുക്കുന്നത് വളരെ റെയറായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ സാരി ഉടുത്ത് കണ്ടതിൻ്റെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്കിളും ആൻറ്റിയൊക്കെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സദ്യയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം തൊട്ടപ്പുറത്തെ വീട്ടിലെ അവർ ചർച്ചിൽ പോയേക്കാണ്. അവർ കുറച്ച് ലേറ്റ് ആകും വരാനായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം അവർ 3-4 മണിക്കായിട്ടേ വന്ന് കഴിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വന്ന ഉടനെ അവർക്ക് കുറച്ച് ജ്യൂസ് ആക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാനും ദിനവും കൂടെ ജ്യൂസൊക്കെ എടുത്ത് ആൻറ്റിക്കും അങ്കിളിനും കൊടുത്തു. അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്കിളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മുടെ സദ്യ കഴിക്കാനായിട്ട്. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യായിരുന്നു സദ്യ കഴിക്കണം എന്ന്. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല, എന്തോ കാരണത്താൽ ഇങ്ങനെ നീണ്ടു പോയി. അപ്പോൾ എല്ലാം കുക്ക് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ എടുത്ത് ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വിളമ്പാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ വിഷു സ്പെഷ്യൽ സദ്യ. പഴം, ഉപ്പ്, പിന്നെ ശർക്കര വരട്ടി, ഉപ്പേരി, ഇഞ്ചിക്കറി, ഉണ്ണിയപ്പം, മാങ്ങ അച്ചാർ, പപ്പടം, ഏത്തപ്പഴ പച്ചടി, ബീട്രൂട്ട് കിച്ചടി, വെണ്ടയ്ക്ക കിച്ചടി, ഓലൻ, ക്യാബേജ് തോരൻ, അവിയൽ. ഇത്രയായിരുന്നു നമ്മുടെ കറികൾ. പിന്നെ മാമ്പഴ പുളിശ്ശേരി, പരിപ്പ് കറി, അതുപോലെ തന്നെ സാമ്പാർ. ഇത്രയും നമ്മൾ ഒഴിച്ച് കറിയായിട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ രസവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. രസവും പച്ചമോര് നമ്മൾ കറിവേപ്പില ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ട് ചതച്ചെടുത്തിരിക്കുന്ന പച്ചമോരുണ്ട്. രസം, പിന്നെ പാൽപ്പായസം, പരിപ്പ് പായസം, കടലപ്പരിപ്പ് പായസം. ഇത്രയായിരുന്നു നമ്മുടെ സദ്യ വിഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ ഇലക്കകത്ത് ഇങ്ങനെ വിളമ്പി റെഡിയാക്കി വെച്ചു. അതിനുശേഷം എല്ലാവരും കഴിക്കാനായിട്ടിരുന്നു. അപ്പം അച്ഛനും അങ്കിളും ദിനുവും ബാത്തും കൂടെ ആദ്യം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ അങ്കിൾ ഓരോ കറികളും ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് ഓരോന്നിൻ്റെ ഫീഡ്ബാക്കും തന്നാണ് കേട്ടോ കഴിച്ചത്. അത് മാത്രമല്ല ഇലയൊക്കെ നല്ല നീറ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹാപ്പി ആയി അതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ കഴിക്കുന്നവരുടെ ആ ഒരു ഹാപ്പിനെസ് ആണല്ലോ. അത് കാണുമ്പോൾ നമ്മുടെ വയറും നിറയും ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അങ്കിളും ആൻറ്റിയും കഴിച്ചു, ഞങ്ങളും കഴിച്ചു. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ജിഷ ചേച്ചിയും പ്രശാന്തിയേട്ടനും ജോണും ഓറയാണ്. അപ്പോൾ ഇവരും നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് വീട്ടിൽ താമസിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ അവരും ചർച്ചയിൽ നിന്നൊക്കെ വന്നിട്ട് സദ്യ കഴിച്ചു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് അവരും ഹാപ്പിയായി. ഒരുപാട് നല്ല ഫീഡ്ബാക്ക് അവരും പറഞ്ഞു. അങ്ങനെ കഴിച്ച് അവർ തിരിച്ചു പോയി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിഷു സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെയുള്ളായിരുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു നല്ല വർഷം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്